ഡിയർ ടീച്ചേഴ്സ്, ഞാൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് KVS NVS പരീക്ഷയുടെ ജനറൽ ഇംഗ്ലീഷ് പാർട്ടാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ട് 1 അതായത് ഒരു ഒറ്റ പരീക്ഷയായിരുന്നു. അതിൽ പാർട്ട് A വിഭാഗത്തിൽ കൊടുത്തിരുന്ന ചോദ്യങ്ങളാണ്. 10 ചോദ്യങ്ങളാണ് ഇംഗ്ലീഷ് ചോദിക്കുന്നത്. ഈ വർഷം മുതൽ അതിൻ്റെ രീതിയിൽ ചെറിയ മാറ്റം ഉണ്ടായി. Tier 1 എക്സാമിനേഷനിൽ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജും അതുപോലെ തന്നെ ടെസ്റ്റ് ഓഫ് റീസണിങ് എബിലിറ്റിയും ടെസ്റ്റ് ഓഫ് ന്യൂമറിക് എബിലിറ്റിയും ജനറൽ നോളജും കമ്പ്യൂട്ടർ അവയർനെസ്സും ഈ 5 മേഖലകളിൽ നിന്നായി ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതാണ് Tier 1 എക്സാമിനേഷൻ. ഇപ്പോൾ KVS NVS പരീക്ഷ നിങ്ങൾ Tier 1 എക്സാമിനേഷൻ പല കുട്ടികളും ആശങ്കപ്പെടാറുണ്ട്, ഭയപ്പെടാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഞങ്ങളൊരു സീരീസ് ഓഫ് ക്ലാസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പം ഞാൻ 2023 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 10 ചോദ്യങ്ങളാണ്. നിങ്ങൾക്കറിയാം, ഈ ചോദ്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം എളുപ്പമാണ്. നമ്മുടെ സാധാരണ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കേവല ജ്ഞാനമുള്ള ഒരാൾക്ക് എളുപ്പത്തിൽ Tier 1 എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യാൻ കഴിയും. 10 ചോദ്യങ്ങളാണ്. ഒരു ചോദ്യത്തിന് 3 മാർക്കാണ്. 30 മാർക്കാണ്. മൈനസ് മാർക്ക് നിങ്ങൾക്കറിയാം 1 മാർക്ക് കുറയും, അതായത് 1/3 കുറയും. അപ്പോൾ നിങ്ങൾ അധികം ശ്രദ്ധിക്കുക. ഈ ചോദ്യങ്ങൾ നല്ലപോലെ വായിച്ചു നോക്കി ശരിയായ ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതണം. ഇതാണ് പരീക്ഷയുടെ രീതി. നോക്കാം നിങ്ങൾക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കണ്ടോ? അക്യുമുലേറ്റ്. ചൂസ് ദ വേർഡ് വിച്ച് ഇസ് സിമിലർ എന്ന് പറയാൻ സിനണിമാണ്. ഇൻ മീനിങ് ടു ദ വൺ ഗിവൺ ബിലോ. അതാണ് accumulate. Spelling accumulate ആണ്. accumulate. What is the meaning of accumulate? ഇവിടെ കൊടുത്തിരിക്കുന്നത് accuse ഉണ്ട്, predict ഉണ്ട്, store ഉണ്ട്, accord ഉണ്ട്. നിങ്ങൾക്കറിയാം accumulate means to gather, collect. കണ്ടോ? to gather, collect, muster. ഇതൊക്കെയാണ് സാധാരണ accumulateന്റെ സിനോണിം. അപ്പോൾ ഇവിടെ എന്താണ്? store. This is the answer. Store ചെയ്യുക. accumulation, storing ആണ്. ഇവിടെ accuse കൊടുത്തിരിക്കുന്നത്, accuse എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം accuse ചെയ്യുക ഒരാളെ, മീൻസ് convict, punish, PUNISH, punish. അതാണ് convict. He was convicted. അതാണ് accuse. punish ചെയ്യുക. sentence, ശിക്ഷിക്കുക. സെന്റൻസ്. ഇതാണ് ഇംപ്രിസൺ, ശിക്ഷിക്കുക. കണ്ടോ? അക്യൂസ്. അതിന്റെ ഓപ്പോസിറ്റ് സാധാരണ അക്വിറ്റ് ആണ്. ACQUIT, അക്വിറ്റ്, വെറുതെ വിടുക. അക്വിറ്റ്. Another word is exonerate, EXONRET, made free of charge. വേറെ വാക്കാണ് exculpate, let off, റിലീസ്. ഇതാണ് അക്യൂസ് ചെയ്യുക. അക്യൂസ്. പ്രെഡിക്റ്റ് എന്നുള്ള വാക്ക് നിങ്ങൾക്കറിയാം. നോൺ ഫോം മീൻസ് ഫോർകാസ്റ്റ്, പ്രെഡിക്റ്റ് ചെയ്യുക. നോൺ ഫോം മീൻസ് പ്രെഡിക്ഷൻ, ഫോർകാസ്റ്റ് ചെയ്യുക, മുൻകൂട്ടി പറയുക. അക്കോർഡ് മീൻസ് അഗ്രി, അസെന്റ്. അക്കോർഡ് മീൻസ് അസെന്റ്. ഇതാണ് ഈ വാക്ക്. സോ അക്യുമുലേറ്റ് മീൻസ് സ്റ്റോർ ആണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് അക്യുമുലേഷൻ. Accumulate and accumulation, you know the word. Accumulate is verb and accumulation is noun form. ഇത് വളരെ സിനണിം ചോദിച്ചാണ്. സിനണിം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വൊക്കാബുലറി ആണ്. ടിമിഡ്. ഇതാണ് വാക്ക്. TIMID, ഓപ്പോസിറ്റ് മീൻസ് ആന്റണിം. അതായത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ സിനണിം, 3 മാർക്ക് ആന്റണിം ആയിരിക്കും. ആന്റണിംസ്. ടിമിഡ് ആണ്. ടിമിഡ് എന്ന് പറയാൻ അറിയാം. ടിമിഡ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ബോൾഡ് ഉണ്ട്, കൂൾ ഉണ്ട്, റിഫൈൻഡ് ഉണ്ട്, ഫോൾസ് ഉണ്ട്. യു നോ ദ ആൻസർ. ടിമിഡ് മീൻസ് ഈസിലി ഫ്രൈറ്റൻ ആണ്. ഈസിലി ഫ്രൈറ്റനിങ് ആണെന്ന് ടിമിഡ്. അപ്പൊ ടിമിഡ് മീൻസ് നിങ്ങൾക്കറിയാം ടിമിഡ്. അപ്പൊ എന്താണ് ഓപ്പോസിറ്റ്? ബോൾഡ് ആണ് ഓപ്പോസിറ്റ്. TIMID, ടിമിഡ് ഈസ് ടിമിഡ്. adjective ആണ്. noun form is timidity. TIMIDITY, timidity. Means cowardice, COWARDICE, cowardice. Timid means coward. Coward ആണ്, cowering ആണ്.
timid. വേറെ വാക്കാണ് pusillanimous, pusillanimous, pusillanimous. ഈസിലി ഫ്രൈറ്റനിങ് നേച്ചർ ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ബോൾഡ് ആണ്, ബോൾഡ്. Another word is courageous. Bold means courageous. അറിയാം, brave അറിയാം, BRAVE, brave. Valiant, VALIANT, valiant. Gallant, another word is gallant. ഇതൊക്കെ എന്താണ്? ബ്രേവ് ആണ്. ഡാറിങ്, അൺഫിയറിങ് ആണ്. അപ്പം ടിമിഡ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ബോൾഡ്. കൂൾ അറിയാം, വാം ആൻഡ് കൂൾ അറിയാം. റിഫൈൻ മീൻസ് കൾച്ചേർഡ് ആണ്. ഫാൾസ്, ട്രൂ ഓർ ഫാൾസ് എന്നൊക്കെ അറിയാം. ട്രൂ ഓർ ഫാൾസ്. ഫാൾസ്, ഇതാണ് രണ്ട് വാക്ക്. ഒന്ന് സിനണിം, ഒന്ന് ആന്റണിം. ഇതൊക്കെ സാധാരണ അറിയുന്ന വാക്കാണ്. ടിമിഡ് മീൻസ് ഈസിലി ഫ്രൈറ്റനിങ് നേച്ചറാണ്. അപ്പോൾ ബ്രേവ്, ബോൾഡ്, കറേജിയസ്, ബ്രേവ്, വാലിയൻറ്റ്. അപ്പോൾ ഇത്രയും നമുക്കറിയാം. കുറേ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. സാധാരണയുള്ള കോമൺ ആയിട്ടുള്ള വാക്കുകളാണ്. ഒരു ബേസിക് ഇംഗ്ലീഷ് നോളജുമാണ്. ഒരു 10th സ്റ്റാൻഡേർഡിലാണ്. അപ്പം മാത്സ് BSc മാത്സ്, MSc മാത്സ് പഠിക്കുന്ന പല ആൾക്കാരും ചോദിക്കാറുണ്ട്, സർ ഇത് വളരെ ബുദ്ധിമുട്ടാണല്ലോ എന്ന്. ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ എളുപ്പമാണ്. ഈസിലി യു ക്യാൻ സ്കോർ വെരി ഹൈ മാർക്സ്. അപ്പോൾ ഒരു മാർക്ക് സിനണിമും ഒരു മാർക്ക് ആന്റണിമും. ഇതൊക്കെ കോമൺ ആയി യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. കണ്ടോ? ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച്. നമുക്കറിയാം പാർട്ട് ഓഫ് സ്പീച്ച് 8 ഉണ്ട്. നൗണ്, പ്രൊനൗണ്, ആഡ്ജക്റ്റീവ്, വേർബ്, ആഡ്വേർബ്, പ്രൊപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ. ഇങ്ങനെയാണ്. അതിലേതാണ് പാർട്ട് ഓഫ് സ്പീച്ച് ആണ്? നൗൺ ഉണ്ട്, വേർബ് ഉണ്ട്, ആഡ്ജക്റ്റീവ് ഉണ്ട്, ആഡ്വേർബ് ഉണ്ട്. ഇത് നെയിമാണ്, ഇത് പ്രവൃത്തിയാണ്, ഇത് നാമവിശേഷണമാണ്, നാമത്തെ വിശേഷിപ്പിക്കുകയാണ്. ഇത് ആഡ്വേർബാണ്, നാമത്തെ മാത്രം. ആഡ്വേർബ് എന്ന് പറഞ്ഞാൽ വേർബ് മാത്രമല്ല, വേർബിനെയും വിശേഷിപ്പിക്കും, ആഡ്ജക്റ്റീവ് നൗണിനെയും വിശേഷിപ്പിക്കും, പിന്നെ മറ്റൊരു ആഡ്വേർബിനെയും വിശേഷിപ്പിക്കും. ഇതാണ് ആഡ്വേർബ്. അതിൻ്റെ പേര് ക്രിയാവിശേഷം എന്നാണ്. പക്ഷേ ക്രിയ മാത്രമല്ല, നാമവിശേഷണത്തെയും മറ്റൊരു ക്രിയാവിശേഷണത്തെയും അത് വിശേഷിപ്പിക്കും. അതാണത്. അപ്പോൾ എന്താണ്? ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റിംഗ് took place in the Galvan Valley ആണ്. ഇവിടെയാണ് വേർബ് took place. ഇതാണ് ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റിംഗ്. സോ വാട്ട് ഈസ് ദ വേർബ്? മീൻസ് ഇറ്റ് ഷോസ് ആൻ ആക്ഷൻ. വേർബ് എന്ന് പറഞ്ഞാൽ വാക്ക്, റൈറ്റ്, ഇതൊക്കെ എന്താണ്? ക്രിയാപദമാണ്. ഇറ്റ് ഷോസ് ആൻ ആക്ഷൻ. റോട്ട്, റിട്ടൺ, വാക്ക്, വാക്ട്, വാക്ട്. ആഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണമാണ്. ഇപ്പൊ തന്നെ ഗുഡ് ആഡ്ജക്റ്റീവാണ് അല്ല. സ്മോൾ ആഡ്ജക്റ്റീവാണ്. ബിഗ് ആഡ്ജക്റ്റീവാണ്. ബ്യൂട്ടിഫുൾ ആഡ്ജക്റ്റീവാണ്. വിശേഷണപദമാണ്, ഭംഗിയുള്ള. ക്യൂട്ട് ആഡ്ജക്റ്റീവാണ്. ഇനി ആഡ്വേർബ് നിങ്ങൾക്കറിയാം. വെൽ, ഷീ റൈഡ്സ് വെൽ, ഹി റൺസ് ഫാസ്റ്റ്, ഹി വാക്സ് സ്ലോലി. ഇതൊക്കെ എന്താണ്? ആഡ്വേർബ്സ് ആണ്. ഇതെന്താണ്? സോ ദിസ് ഇസ് എ നൗൺ. ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റിംഗ് ആണ്. ഫൈറ്റ് എന്ന് പറയാം. വാക്ക് എന്നുള്ള വാക്ക് ഒരു വേർബാണ്. പക്ഷേ വാക്കിംഗ് എന്ന് പറഞ്ഞാൽ വാക്കിന്റെ കൂടെ ING നമ്മൾ സഫിക്സ് ചെയ്യുന്നു. അപ്പൊ എന്താണ്? നടത്തം. വാക്ക്, ഷീ വാക്സ് ഫാസ്റ്റ്. വാക്കിംഗ് ഈസ് എ ഗുഡ് ഹോബി. നിങ്ങൾക്കറിയാം. ഇവിടെ നോക്ക്, നിങ്ങൾ ഇവിടെ ഈ വാക്ക് നോക്ക്. ഷീ വാക്സ് ഫാസ്റ്റ്. ഷീ വാക്സ് ഫാസ്റ്റ് ആണ്. വാക്സ് വേർബാണ്. വാക്സ് ഇത് വേർബാണ്. ഷീ പ്രോനൗൺ ആണ്. PRONOUN, പ്രോനൗൺ. നാമത്തിന് പകരം നിൽക്കുന്നത്. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നാമ ക്രിയാവിശേഷണമാണ്. ഈ വേർബിനെ വിശേഷിപ്പിക്കുകയാണ്. ഇത് ആഡ്വേർബാണ്. ഷീ വാക്സ് ഫാസ്റ്റ്. ഷീ വാക്സ് വെരി ഫാസ്റ്റ്. കണ്ടോ? ഷീ വാക്സ് വെരി ഫാസ്റ്റ്. ഇവിടെ ഈ ഫാസ്റ്റ് ആഡ്വേർബാണ്. വെരി എന്താണ്? ആഡ്വേർബാണ്. അപ്പോൾ ഇതെന്താണ്? ഇവിടെ വെരി എന്ന വാക്ക് ഫാസ്റ്റിനെ ക്വാളിഫൈ ചെയ്യുന്നു. അതുപോലെ നോക്കണം. ഷീ റൈഡ്സ് വെൽ. ഷീ റൈഡ്സ് വെൽ ആണ്. ഇവിടെ ആഡ്വേർബാണ് വെല്ല്. റൈഡ്സ് വേർബാണ്. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഈ വാക്യത്തിൽ ഈ ബ്യൂട്ടിഫുൾ ആഡ്ജക്റ്റീവ് ആണ്. വെരി ആഡ്വേർബാണ്. നാമത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. ഈസ് വേർബാണ്. ഷീ പ്രോനൗൺ ആണ്.
ഇതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. ഇപ്പോൾ ഒരു വാക്യം നിങ്ങൾക്കറിയാം, ഒരു വാക്യത്തിൽ ഒരു വാക്കിൻ്റെ ഫങ്ഷന് എന്താണോ ഫങ്ഷൻ അതിന് ഒരു വാക്യത്തിൽ ഒരു വാക്കിൻ്റെ ഫങ്ഷൻ അനുസരിച്ചിട്ട് 8 പാർട്സ് ഓഫ് സ്പീച്ചായി തിരിക്കുന്നുണ്ട്. നൗണ്, പ്രൊനൗണ്, അഡ്ജക്റ്റീവ്. ഇപ്പം മിനി ഉണ്ടോ, നൗണാണിത്. മിനി ആളുടെ പേരാണ്. ഈസ് ബ്യൂട്ടിഫുൾ. മിനി ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുക, ഇത് അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവ് അല്ലേ? മനു ഈസ് ഇന്റലിജന്റ്. ഇതെന്താണ്? ഇന്റലിജന്റ് അഡ്ജക്റ്റീവാണ്. റൈറ്റ്, ദിസ് അഡ്ജക്റ്റീവ് ഇല്ലേ? മീര ഹാസ് കോമൺ സെൻസ്. ഉണ്ടോ? മീര ഹാസ് ഇന്റലിജൻസ്. ഇവിടെ എന്താണ്? ഇന്റലിജൻസ് നൗണാണ്. ബുദ്ധി. ഇതെന്താണ്? ബുദ്ധിയുള്ള. ഷീ ആർഗ്യൂസ് ഇന്റലിജന്റ്ലി. ദ പ്ലീഡർ ആർഗ്യൂസ് ഇന്റലിജന്റ്ലി ആഡ്വർബാണ്. ഷീ ആൻസേർഡ് ഇന്റലിജന്റ്ലി. ഷീ ആൻസേർഡ് എന്താണ്? ഇന്റലിജന്റ്ലി. ഇത് എന്താണ്? ഇന്റലിജന്റ്ലി ഈസ് എൻ ആഡ്വർബ്. ആൻസർ എന്ന വേർബിനെ ക്വാളിഫൈ ചെയ്യാണ്. ഇന്റലിജന്റ്ലി ഈസ് എൻ ആഡ്വർബ്. സോ ഹിയർ ദിസ് എ നൗൺ. ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റിംഗ് ടു പ്ലേസ് ഇൻ ഗാൽവൻ വാലി. കാരണം അതൊരു ചോദ്യമായിരിക്കും. നൗണ്, പ്രോനൗണ്, ആഡ്ജക്റ്റീവ് എന്ന മേഖലയിൽ ഒരു കുട്ടിക്ക് ആഡ്ജക്റ്റീവ് ഒരു പഠിപ്പിക്കുന്ന അധ്യാപകന് നൗൺ എന്താണ്, ആഡ്ജക്റ്റീവ് എന്താണ്, വേർബ് എന്താണെന്ന് തിരിച്ചറിയുമോ? സാധാരണ 10ാം ക്ലാസ്സിൽ പഠിച്ച ആർക്കും അറിയാം എന്താണ്. ഈസി ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ദിവസം നോക്കുക നിങ്ങൾ. ഉണ്ടോ? ഇതെന്താണ്? ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഓപ്ഷൻ വോയിസ് ചേഞ്ച് ചെയ്യാനാണ്. നിങ്ങൾക്കറിയാം, ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഈ വാക്യത്തിന്റെ പാറ്റേൺ നോക്കുക. ഷീ സബ്ജക്റ്റ് ആണ്, ഈസ് റൈറ്റിംഗ് വേർബാണ്, എ ലെറ്റർ ഓബ്ജക്റ്റ് ആണ്. ഇത് SVO പാറ്റേൺ ആണ്. അതാണ് ഇവിടെ ചെയ്യുന്ന ആള് സബ്ജക്റ്റിനാണ് പ്രാധാന്യം. ദിസ് ഇസ് കോൾഡ് ആക്റ്റീവ് വോയിസ്. ഇത് പാസീവ് ആക്കി നമ്മൾ മാറ്റണം. അതായത് ഓബ്ജക്റ്റിന് മേൽ ആക്ഷൻ ഈസ് ആക്ട് അപ്പോൺ ദ ഓബ്ജക്റ്റ്. ദാറ്റ് ഈസ് കോൾഡ് പാസീവ്. ഇവിടെ ഷീ ആണ് ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യുന്നു? ഈ വാക്യം നമ്മൾ പാസീവ് ആക്കുമ്പോൾ ഈ ഓബ്ജക്റ്റ് ഇങ്ങ് വരും. എ ലെറ്റർ. ഇത് ഏതാ ടെൻസ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ അതിന്റെ പാസീവ് എന്താണ്? ഈസ് ബീങ് റിട്ടൺ. ഈസ് ബീങ് റിട്ടൺ ബൈ ഹർ. ഇതാണ് അതിന്റെ ആൻസർ. സോ എ ലെറ്റർ ഈസ് ബീങ് റിട്ടൺ ബൈ ഹർ. പാസീവ് എന്ന് പറഞ്ഞാൽ വോസ് വരരുത് കേട്ടോ. നമ്മളെ കുട്ടികൾക്ക് പൊതുവെ പാസീവ് എന്ന് പറഞ്ഞാൽ വോസ് വരും. കാരണം എന്താണ്? രാമ കിൽഡ് രാവണ എന്ന് പഠിപ്പിക്കും. അപ്പോൾ പാസീവ് ഓട്ടോമാറ്റിക്കായി രാവണ വാസ് കിൽഡ് ബൈ രാമ. അതുകൊണ്ട് തന്നെ ഒരു നോഷൻ എന്താണ്? എന്ത് പാസീവ് വന്നാലും വോസ് എഴുതി കളയും. ഓർക്കണം, റൈറ്റ് എന്നുള്ളതിൻ്റെ പാസീവ് ഈസ് റിട്ടൺ ആണ്. റൈറ്റിൻ്റെ പാസീവ് ഈസ് റിട്ടൺ ആണ്. റോട്ടിൻ്റെ പാസീവ് വോസ് റിട്ടൺ ആണ്. വോസ് റിട്ടൺ. ഓർമ്മിക്കണം അത്. ഈസ് റൈറ്റിങ്ങിൻ്റെ പാസീവ് ഈസ് ബീങ് റിട്ടൺ ആണ്. ഓർമ്മിക്കണം. ഈസ് റൈറ്റിംഗ്. വാട്ട് ഇസ് പാസീവ്? ഈസ് റൈറ്റിംഗ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പാസീവ് എന്താണ്? ഈസ് ബീങ് റിട്ടൺ. ഈസ് ബീങ് റിട്ടൺ ആണ്. വോസ് റൈറ്റിംഗ് ആണെങ്കിൽ പാസീവ് എന്താണ്? വോസ് ബീങ് റിട്ടൺ ആണ്. വോസ് ബീങ് റിട്ടൺ. വോസ് റൈറ്റിംഗ് പാസീവ് എന്താണ്? വോസ് ബീങ് റിട്ടൺ. ഹാസ് റിട്ടണിന്റെ പാസീവ് എന്താണ്? ഹാസ് ബീൻ റിട്ടൺ ആണ്. ഓർമ്മിക്കണം അത്. ഹാസ് ബീൻ റിട്ടൺ അല്ലെ ഹാവ് ബീൻ റിട്ടൺ. ഓർമ്മിക്കണം. ഹാസ്, ഹാവ്, ഹാഡ് പ്ലസ് ബീൻ പെർഫെക്റ്റ് ടെൻസിൽ ബീൻ ആയിരിക്കും, കണ്ടിന്യൂസ് ടെൻസിൽ ബീങ് ആയിരിക്കും. ഇതാണ് നമ്മളെ ബേസിക് മനസ്സിലാക്കേണ്ട കാര്യം. ഷീ ക്ലീൻസ് ദ റൂം. ക്ലീൻസ് ദ റൂം. ഇതിന്റെ പാസീവ് ദ റൂം ഈസ് ക്ലീൻഡ് ബൈ ഹർ. The room is cleaned by her. Cleaned by her. She is cleaning the room ആണെങ്കിൽ the room is being cleaned. She is cleaning the room.
Passive, the room is being cleaned. The room is being cleaned. The room is being cleaned by her. Being cleaned by her. ഇത് she has cleaned ആണെങ്കിൽ the room has been cleaned by her. She will clean the room ആണെങ്കിൽ the room will be cleaned by her. She cleaned the room ആണെങ്കിൽ the room was cleaned. She was cleaning ആണെങ്കിൽ the room was being cleaned. She had cleaned the room ആണെങ്കിൽ the room had been cleaned. ഇതാണ് പാസീവ് ബേസിക്കായി അറിയേണ്ട കാര്യം. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ആക്റ്റീവ് പാസീവിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കണം, ഈസ് റൈറ്റിംഗ്. എൻ്റെ പാസീവ് ഈസ് ബീങ് റിട്ടേൺ. ഇത് ഒരു ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടീച്ചർ സെഡ്. ഇത് റിപ്പോർട്ട് സ്പീച്ച് ആണ്. സാധാരണ ചോദിക്കുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. ഒരു ചോദ്യം. ആനണിംസ് സിനണിംസ് ഒരു ചോദ്യം. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചോദ്യം ചോദിക്കാം. വേർഡ് ഓർഡർ ഒരു ചോദ്യം. ആക്റ്റീവ് ചോദ്യം. ആക്റ്റീവ് പാസീവ് ഒരു ചോദ്യം. പിന്നെ റിപ്പോർട്ട് സ്പീച്ച്. അതിലാണ് ടീച്ചർ സെഡ് വൈ ആർ യു ലേറ്റ് ടുഡേ ഷീല. ടീച്ചർ സെഡ് ഷീല വൈ ആർ യു ലേറ്റ് ടുഡേ ആണ്. നിങ്ങൾക്കറിയാം ഇത് ചോദ്യമാണ്, ക്വസ്റ്റ്യൻ ആണ്. അതായത് ചോദ്യം വൈ ആണ്, ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ ആണ്, WH ക്വസ്റ്റ്യൻ ആണ്. അപ്പം റിപ്പോർട്ടിംഗ് വേർബ് ആസ്ക്ഡ്, എൻക്വയർഡ്, ഡിമാൻഡഡ് ആൻഡ് വാണ്ടഡ് നോ ആണ്. ടീച്ചർ ഷീലോട് ചോദിക്കുകയാണ്. ഇവിടെ എന്താണ്? ഇവിടെ ആസ്ക്ഡ് ഉണ്ട്. വൈ വാസ് ഷീ ലേറ്റ് അത് പറയാം. ഇത് നോട്ട് ആക്സെപ്റ്റബിൾ. കാരണം എന്താണ്? ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ അത് സ്റ്റേറ്റ്മെന്റ് ആക്കണം. ആസ്ക്ഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വൈ വാസ് ഷീ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഷീ ആസ്ക്ഡ് വൈ ഷീ വാസ് ലേറ്റ്. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അത് തെറ്റാണ്. ഷീ ആസ്ക്ഡ് വൈ ഷീ വാസ് ലേറ്റ് ദാറ്റ് ഡേ ഉണ്ട്. ഇത് ശരിയാണ് ഒരു കണക്ക്. പക്ഷെ ഇവിടെ എന്താണ്? ദ ടീച്ചർ എൻക്വയർഡ് ആണ് വേണ്ടത്. ഷീല വൈ ഷീ വാസ് ലേറ്റ് ദാറ്റ് ഡേ. ഇതാണ് ശരിയായ ആൻസർ. ദ ടീച്ചർ എൻക്വയർഡ്. നമുക്കറിയാം ക്വസ്റ്റനിൽ ആസ്ക്ഡ്, എൻക്വയർഡ്, ഡിമാൻഡഡ്, വാണ്ടഡ് നോ വരും. ഇവിടെ എന്താണ്? ടീച്ചർ എൻക്വയർഡ് ഷീല വൈ ഷീ വാസ്, കണ്ടോ, വൈ ഷീ വാസ് ലേറ്റ് ദാറ്റ് ഡേ. അപ്പൊ റിപ്പോർട്ടർ സ്പീച്ചിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് റിപ്പോർട്ട് ചെയ്യാൻ പഠിക്കണം. സ്റ്റേറ്റ്മെന്റ്സ് റിപ്പോർട്ട് ചെയ്യാൻ പഠിക്കണം. അതാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ്. ക്വസ്റ്റ്യൻസ് 2 ടൈപ്പ്. WH ക്വസ്റ്റ്യൻസ് ഉണ്ട്. എസ് ഓർ നോ, ഈസ് ആർ ആം കൊണ്ട് തുടങ്ങുന്ന ചോദ്യങ്ങളുണ്ട്. എസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. പിന്നെ അതുപോലെ തന്നെ ഇമ്പറേറ്റീവ് സെന്റൻസസ്, കമാൻഡ്, റിക്വസ്റ്റ്, വിഷ്. ഇതൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എക്സ്ക്ലമേറ്ററി സെന്റൻസ് 4 ടൈപ്പ് സെന്റൻസസ് ഉണ്ട്. അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മറ്റു പാർട്ടുകൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. അതിന് ചില റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എളുപ്പമാണ്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഇതും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, റിപ്പോർട്ട് ഓഫ് സ്പീച്ച്, ആന്റണിംസ്, സിനണിംസ്, പാർട്സ് ഓഫ് സ്പീച്ച്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ്. ചൂസ് ദ ഓപ്ഷൻ. ജംബിൾഡ് വേർഡ്സ് ആണ്. ജംബിൾഡ് വേർഡ്സ് ഓർഡറിലാക്കണം. മസ്റ്റ് നോ ഉണ്ട്, ക്യാൻ ഹെൽപ്പ് യു ഉണ്ട്, ഓൾ ദ ഫാക്ട്സ് ഉണ്ട്, ബിഫോർ ഉണ്ട്, ഐ ഉണ്ട്. അതായത് ഒരു വാക്യം തരും. ആൻഡ് ദ വേർഡ്സ് ആർ broken and they are in jumbled order. You are supposed to make a statement here. ഇവിടെ എന്താണ്? മസ്റ്റ് നോ ആണ്. കണ്ടോ? ഇവിടെ എന്താ വേണ്ടത്? മസ്റ്റ് നോ. മസ്റ്റ് നോ അറിയണം. എന്ത്? ക്യാൻ ഐ ഹെൽപ്പ് യു, ഓൾ ദ ഫാക്ട്സ്, ബിഫോർ. നോക്കണം. ബിഫോർ നിങ്ങൾ ആദ്യം എടുക്കയിൽ എന്താണ്? ഇത് രൂപത്തിലാക്കുക. മസ്റ്റ് നോ, ക്യാൻ ഐ ഹെൽപ്പ്, ക്യാൻ ഹെൽപ്പ് യു, ഓൾ ദ ഫാക്ട്സ്, ബിഫോർ ഐ. പിന്നെ ഐ ആണ്. എന്താണ് ഇവിടെ നോക്കണം? ഐ എന്ത് വേണം? മസ്റ്റ് നോ. ഐ മസ്റ്റ് നോ. ഐ മസ്റ്റ് നോ വാട്ട്? ഐ മസ്റ്റ് നോ എന്താണത്? ഓൾ ദ ഫാക്ട്സ്. ഐ മസ്റ്റ് നോ ഓൾ ദ ഫാക്ട്സ് ആണ്. ഐ മസ്റ്റ് നോ ഓൾ ദ ഫാക്ട്സ്. I must know all the facts before. I must know all the facts
I must know all the facts before. നോക്കണം. I can, before I can help you. I must. നോക്കണം. I must. Before I must know. Before I must know all the facts. I must know all the facts before I can help you. ഇതാണ് വരുന്നത്. I must know all the facts. I must know all the facts before I can help you. Before I can help you, I must know. എങ്ങനെ പറയാ? Before I can help you, I must know. ഇതാണ് ശരി. Before I can help you. ഇതാണ് ഓർഡർ വരുന്നത്. Before I can help you. Before I can help you. Before I can help you. Before I can help you, I must know all the facts. ഇതാണ് ഓർഡർ വരുന്നത് അതിൽ. All the facts. അതായത് ഫസ്റ്റ് വൺ ഈസ് ഡി ആണ് വരുന്നത്. ബിഫോർ ആണ്. ബിഫോർ ഐ. പിന്നെന്താണ് സെക്കൻഡ് വരുന്നത്? ഐ മസ്റ്റ് നോ. ബിഫോർ ഐ ക്യാൻ. ബിഫോർ ഐ മസ്റ്റ് നോ ഓൾ ദ. ബിഫോർ ഐ ക്യാൻ ഹെൽപ്പ് യു. ബി വരുന്നു. ഡി ബി. ബിഫോർ ഐ ക്യാൻ ഹെൽപ്പ് യു ഐ മസ്റ്റ് നോ. ഇ വരുന്നു. നെക്സ്റ്റ് വൺ ഇ. അതായത് ഡി ബി ഇ എ സി. ബിഫോർ ഐ ക്യാൻ ഹെൽപ്പ് യു ഐ മസ്റ്റ് നോ ഓൾ ദ ഫാക്ട്സ് അബൌട്ട് യു. ബിഫോർ ഐ ക്യാൻ ആണ് ഓർഡർ വരുന്നത്. ബിഫോർ ഐ ക്യാൻ ഹെൽപ്പ് യു ഐ മസ്റ്റ് നോ ഓൾ ദ ഫാക്ട്സ് അബൌട്ട് യു. ഓൾ ദ ഫാക്ട്സ്. ഐ മസ്റ്റ് നോ ഓൾ ദ ഫാക്ട്സ് അബൌട്ട് യു. ബിഫോർ I must know. Before I can help you, I must know all the facts. All the facts ആണ്. I must know. Before I can help you, I must know all the facts. അപ്പോൾ എന്താണ്? DBEAC ആണ്. DBEAC ആണ് ആൻസർ. Before I can help you. Before D വരുന്നു comes. I can help you. I must know. I must know all the facts. Before I can help you, I must know all the facts. ഇതാണ് സഹായിക്കുന്ന മുമ്പ് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയണം. ഓക്കെ. Then ഇതാണ്. Has either you saw my book? ഇതാർക്കറിയാം? Has, have. Has, have, had വന്നാൽ വേർബിന്റെ മൂന്നാമത്തെ ഫോം വേണം. അപ്പൊ ആൻസർ ഈസ് seen. Has either of you has seen my book? അപ്പൊ ആൻസർ ഏതാണ്? സി പാർട്ടാണ് ശരി. Has either of you has either of you has seen. Either of വന്നാൽ പിന്നെ സിംഗുലർ verb ആണ്. Either of the girls is tall. Neither of the girls is intelligent. Either of കൂടെ നമ്മൾ പ്രസന്റ്, അതായത് സിംഗുലർ വേർബ് ഉപയോഗിക്കുക. ഇവിടെ എന്താണ്? സോ ആണ്. അപ്പോൾ ഇറ്റ് ഷുഡ് ബി സീൻ. സോ സീൻ ആണ്. ഇത് സാധാരണ അറിയേണ്ട ഒരു കാര്യമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. At the time phone rang, she dashed in the bag. She dashed the table. ആണ്. At the time phone rang, simple past tense ആണ്. ഫോൺ ബെല്ലടിച്ചപ്പോൾ what was she doing? She was laying the table. അതാണ്. So at the time of the phone rang, രണ്ട് കാര്യങ്ങൾ കണ്ടോ. when I went there, she was watching TV. She was reading a book. She was watching television. When I went there, ഇത് time close ആണ്. What was she? She was watching TV. She was watching a TV program. Right? When I went there, when I
When I went there, she was reading a book. She was രണ്ട് ആക്ഷൻസ് ഇവിടെ എന്താണ്? When I time of rang, rang. She was laying the table. She has been laying അല്ല, she was laying the table. When I went there, she was waiting for me. She was reading a book. When I was sleeping, I heard a loud noise. I heard a loud noise while I was sleeping. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഒന്നുകിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇപ്പൊ ലൈ എന്നുള്ള വാക്ക് അറിയണം. ലൈ എന്ന് പറഞ്ഞാൽ വേർബാണ്. ഒരർത്ഥം നുണ പറയുക എന്നാണ്. പാസ്റ്റ് ടെൻസ് ലൈഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലൈഡ്, ലൈയിങ് നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ലൈ കിടക്കുക എന്നർത്ഥമുണ്ട്. പാസ്റ്റ് ടെൻസ് ലേ ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലെയിൻ ആണ്. വേറെ വാക്ക് ലേ, ലേ മീൻസ് ഇടുക, ലേയിങ് ദ ടേബിൾ. പാസ്റ്റ് ടെൻസ് ലെയ്ഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലെയ്ഡ്. ഇത് മനസ്സിലാക്കണം. റൈറ്റ്. അടുത്തത് ഫ്രേസൽ വെർബാണ്. അതായത് COVID-19 ഹാസ് അഗെയിൻ ഡാഷ് ഇൻ ചൈന. അതായത് ബ്രോക്കൺ ഔട്ട്, ബ്രോക്കൺ ഓഫ്, ബ്രോക്കൺ അപ്പ്, ബ്രോക്കൺ വിത്ത്. നമുക്കറിയാം as broken out. Break out means the world war broke out. Start suddenly ആണ്. എന്താണ്? COVID-19 has broken out in China. Phrasal verbs രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇവിടെ എന്താണ്? broken out. ബ്രേക്കപ്പ് വിത്ത് അറിയാം, ബ്രോക്കൺ അപ്പ് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോവുക. So here COVID-19 has broken out in China. Again broken out in China. Break out means start suddenly. പെട്ടെന്ന് ഉണ്ടാവുക. The world war broke out in 1939 നമ്മൾ പറയാറുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ധാരാളം വരും. അതായത് നിങ്ങൾക്കറിയാം ഫ്രേസൽ വേർബ്സ് എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ എന്താണ്? I promise dash you when I visit Delhi. I promise dash you when I visit Delhi. ഇവിടെ എന്താണ്? I promise to dash. ഇവിടെ കോൾ അപ്പ് ഉണ്ട്, കോൾ അറ്റ് ഉണ്ട്, കോൾ ഓൺ ഉണ്ട്, കോൾ ഫോർ ഉണ്ട്. ഇത് ഫ്രേസൽ വേർബാണ്. കോൾ എന്നുള്ള വാക്കാണ്. ഇതൊരു വേർബാണ്. ഇതിനെ കൂടെ ഒരു അറ്റ് ചേർത്ത അർത്ഥം മാറി, പുതിയ വാക്ക് കിട്ടി, കോൾ അറ്റ്. ഇത് ഇംഗ്ലീഷ് പറയും എന്താണ്? ഫ്രേസൽ വേർബ് എന്ന് പറയും. ഫ്രേസൽ വേർബ് അല്ലെങ്കിൽ ഇഡിയംസ് എന്ന് പറയും. ഇതിന് ഒരുപാട് വാക്കുണ്ട്. പുട്ട് എന്നുള്ള വാക്കെടുക്കുക. പുട്ട് പ്ലസ് ഓൺ മീൻസ് പുട്ട് ഓൺ. പുട്ട് ഓൺ മീൻസ് വെയർ ഓർ ഡ്രസ്. ഷീ പുട്ട് ഓൺ എ ബ്യൂട്ടിഫുൾ സാരി യെസ്റ്റർഡേ. അതുപോലെ കോൾ നമുക്കറിയാം. കോളറ്റ് വേണ്ട. കോളറ്റ് മീൻസ് എന്താണ്? കോളറ്റിന് ഉദാഹരണം കോളറ്റ്, കോളറ്റ്, കോൾ ഓൺ, കോൾ ഓഫ്, call it, call on, call up, see, call up, call off. And call it means visit a place on, visit a place, place on. Call up, call on means visit a person on, visit a person, visit a person. Call off means cancel. Call up means recollect. Recollect ആണ്. Call for means demand, ask, invite, demand, invite, ask, etc. Right? Call it a day means wind up. Call it a day means wind up, conclude. ഇതാണ്. ഇവിടെ എന്താണ്? I promise to call on you when I visit Delhi. I promise to call on you, not call up. I promise to call on you when I visit Delhi. ഇത് രണ്ട് ചോദ്യങ്ങൾ ഫ്രേസൽ വേർബ്സ് ഇഡിയംസിലാണ്. അതായത് 10 ചോദ്യങ്ങളാണ്. 5 ചോദ്യങ്ങൾ എപ്പോഴും വൊക്കാബുലറിയിലും 5 ചോദ്യങ്ങൾ സ്ട്രക്ചറിലായിരിക്കും, ഗ്രാമറിലായിരിക്കും. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കി പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ ഇത് ക്വാളിഫൈ ചെയ്യാൻ കഴിയും. ഓർമ്മിക്കുക, സെൻട്രൽ സ്കൂൾ പരീക്ഷയാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ അധ്യാപക തസ്തികയാണ്. വളരെ വളരെ
കവറ്റഡായ പോസ്റ്റാണ് KVS അധ്യാപകൻ. കേന്ദ്രീയ വിദ്യാലയ സംഘടൻ, നവോദയ വിദ്യാലയ സമിതി, ഈ 2 സ്കൂളുകളിലേക്കും ടീച്ചേഴ്സിനെ വേണം. അവർക്ക് ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനു വേണ്ടിയാണ് Tier 1 എക്സാമിനേഷൻ ഉള്ളത്. മുമ്പ് ഇത് ഒരു പരീക്ഷയായിരുന്നു. അതിൽ പാർട്ട് എയിൽ ചോദ്യങ്ങളാണ്. ഇതത് മാറ്റി പാർട്ട് എ പ്രത്യേകമാക്കി. അത് ക്വാളിഫയിങ് ടൈപ്പാണ്. അതിന് ബേസിക് മാർക്ക് ഉണ്ടാവണം. ബേസിക് മാർക്ക് ഉണ്ടെങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. സാധാരണ SSC അല്ലെങ്കിൽ CHSL, CGL പരീക്ഷ പോലെ Tier 1 എക്സാമിനേഷൻ അത്ര കഠിനമല്ല. മാത്രമല്ല CGL പരീക്ഷയ്ക്ക് സിവിൽ സർവീസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ആളുകൾ എഴുതുന്ന പരീക്ഷയാണ് CGL പരീക്ഷ, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ. അതുപോലെ CHSL, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ, MTS, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. അതുപോലെ Tier 1 പ്രയാസം ഉണ്ടായിരിക്കുകയില്ല. ഇത് ലളിതമായിരിക്കും. കാരണം മാത്രമല്ല, ഇത് BEd കഴിഞ്ഞ BSc BEd, MSc BEd, MA BEd കഴിഞ്ഞ ആളുകൾ മാത്രമാണ് ഇതിൽ കോമ്പീറ്റ് ചെയ്യുന്നത്. എണ്ണം കുറവായിരിക്കും. അതുകൊണ്ട് മിനിമം മാർക്ക് ഉള്ള ആൾക്കാർക്കൊക്കെ ക്വാളിഫൈ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഭയപ്പെടുന്നു വേണ്ട. സാധാരണ പരീക്ഷയാണ്. ബേസിക് ജനറൽ നോളജ്, ബേസിക് ഇംഗ്ലീഷ്, അത് ഞങ്ങൾ ക്ലാസ് ഉണ്ടായിരിക്കും. ആ ക്ലാസ്സുകളിൽ ഭംഗിയായി ഞങ്ങൾ ഓരോ ചോദ്യങ്ങളും എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് പറഞ്ഞു തരും. ബേസിക്സ് പഠിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾ ഇത് ശ്രദ്ധാപൂർവം പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് ക്വാളിഫൈ ചെയ്യാൻ കഴിയും. പിന്നെ നിങ്ങളെ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സബ്ജക്റ്റാണ്. അത് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് പരീക്ഷ എഴുതുകയാണെങ്കിൽ ഒരു മെയ് മാസമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷ ക്വാളിഫൈ ചെയ്ത് അടുത്ത അധ്യയന വർഷമാകുമ്പോൾ ഇന്ത്യയിലെ പ്രൗഢമായ സ്ഥാപനങ്ങളിൽ അധ്യാപകരാകാം. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് പ്രൊഫസ്കെയിലിന് വേണ്ടി ആയ നിർമാഷ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.